Spectrum 002. Spectrum 002. ഞാൻ സുരേഷ് ആർനാടൻ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്പെക്ട്രം 002ലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ജാതകഫലം അതിൽ സത്യമുണ്ടോ അതോ മിഥ്യ ആണോ എന്നാണ്. അത് നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഹിന്ദു സമുദായത്തിലാണ് കൂടുതൽ എഴുതുന്നത്, മറ്റുള്ളവർ ജാതകമെല്ലാം എഴുതുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ നിങ്ങളത് കമന്റിൽ രേഖപ്പെടുത്തണം. നമ്മൾ കുട്ടിക്കാലത്ത് ഹിന്ദു മതത്തിലാണെങ്കിൽ കുട്ടിക്ക് കുഞ്ഞ് ജനിച്ച് കുറച്ച് നാളിനകം, ഒരു മാസമോ 2 മാസത്തിനകമൊക്കെ കുട്ടികൾ ജാതകം എഴുതുന്ന ഏർപ്പാടുണ്ട്. അത് എഴുതി വയ്ക്കും. അതിനുശേഷം ആരും അങ്ങനെ നോക്കാറില്ല. പിന്നെ ആ കുട്ടിയുടെ വിവാഹ സമയം ഒക്കെ ആവുമ്പോഴാണ് ഈ ജാതകം എടുത്ത് നോക്കും. അപ്പൊ ചെറുക്കന്റെ വീട്ടുകാരും ജാതകം കൊടുക്കും, പെണ്ണു വീട്ടുകാർ രണ്ടും കൂടെ അതിന്റെ വിദഗ്ധന്മാരായ ജ്യോത്സ്യ പ്രമാണിമാരുടെ അടുത്ത് കൊണ്ടുപോയി ജാതക പൊരുത്തമുണ്ടോ എന്നെല്ലാം നോക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. പണ്ടെല്ലാം നമുക്ക് ഈ പനിയോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഒരു ഡോക്ടറെ കണ്ടാൽ മതി, അതിന്റെ ചികിത്സ നമുക്ക് ലഭ്യമാണ്. അത് ആ മരുന്ന് കഴിച്ച് അസുഖങ്ങൾ ഭേദമായി. അങ്ങനെ ഉള്ള വ്യക്തികളിൽ ഒരാളാണ് ഞാനും. ഇപ്പൊ കാലം മാറിപ്പോയി. നമുക്ക് ഏതെങ്കിലും ഒരു നടുവേദനയല്ലോ ആയിട്ട് നമ്മൾ ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഓരോന്ന് ചോദിക്കും. നമ്മൾ ഓരോന്ന് സംശയങ്ങൾ, ഇവിടെ വേദനയുണ്ട്, കഴുത്തിന്റെ അവിടെ ഒരു വേദന, ഉടനെ അതിന് വേറെ സ്പെഷ്യലിസ്റ്റുകളാണ്. അതേപോലെ ഈ ജാതക പൊരുത്തം ഉണ്ടാന്ന് നോക്കാൻ ചെല്ലപ്പോഴത്തന്നെ ഇപ്പൊ കാലം മാറിപ്പോയല്ലോ. അപ്പോഴ് പിന്നെ അതിന് ദോഷം, ആദ്യമൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മളെന്ന കാലത്ത് ഇങ്ങനെയുള്ള ക്ലാസിഫൈഡ് ആയിട്ട് തരംതിരിക്കൽ ഒന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് ക്ലാസിഫൈ ആയിട്ട് അതിനെ തരംതിരിക്കുന്നത്. പിന്നെ ദോഷം, ആ ദോഷത്തിൽ തന്നെ പാപസാമ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞ് ഈ നമ്മുടെ കേരളത്തില് പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം മുടങ്ങി വന്നിരിക്കുകയാണ്. ഒരു പാപസാമ്യം ഉണ്ടെങ്കിൽ അതേ റേഞ്ചിൽ വരുന്ന ആയിരിക്കണം പെൺകുട്ടി. ഒരു ആൺകുട്ടിക്ക് ഒരു പാപസാമ്യം ഉണ്ടെങ്കിൽ അതേ റേഞ്ചിൽ തന്നെ വരണം പെൺകുട്ടിയുടെയും ജാതകം, എങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ എന്നാണ്. ഇതൊന്നും നോക്കാതെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമിച്ച് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല, സുഗമമായിട്ട് അവരുടെ ഭാവി ജീവിതം നടക്കും. എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഒരു പ്രേമവിവാഹം നടത്താനല്ല, അതിനുവേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഈ ജാതകങ്ങൾ നമ്മൾ പൊരുത്തമുണ്ടെന്നൊക്കെ നോക്കാൻ പോകുമ്പോഴാണ് വീണ്ടും ഇത് നോക്കുന്ന ആളിന്, ഇത് പഠിച്ച വിദ്വാൻമാർക്ക് ഇതെല്ലാം അറിയാം. എങ്കിൽ നമ്മളുടെ കറക്റ്റ് സമയം ചോദിക്കും. കാര്യം മിക്കുള്ള ജാതകങ്ങളിലും വിനാഴിക, നാഴിക ഇങ്ങനെ എഴുതും. ഇതൊക്കെ അറിയാന്നുള്ള വ്യക്തികൾ വളരെ ചുരുക്കമാണ്. അപ്പൊ ഇതിൽ തന്നെ നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. വിനാഴിക എന്ന് പറയുന്നത് 24 സെക്കൻഡാണ്. എത്ര പേർക്കറിയാം? വളരെ തുച്ഛമായ ആൾക്കാർക്ക് മാത്രം അറിയാൻ പറ്റും. പലരും നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ചത്തവന്റെ ജാതകം നോക്കരുത്.
നോക്കിയാൽ എന്താ കുഴപ്പം? ചത്തവന്റെ ജാതകം നമ്മൾ നോക്കിയാലേ ജീവിച്ചിരിക്കുന്നവരുടെയും ജാതകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയുടെ ജാതകത്തില് 80 വയസ്സ് വരെ സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുന്നു. അയാള് 40 വയസ്സിൽ വിഷം കുടിച്ചു ചേർത്തു, ഫോർ എക്സാമ്പിൾ. അപ്പൊ ആ ജാതകം നമ്മൾ ആരുടെയെങ്കിലും ബന്ധുക്കളിലുണ്ടെങ്കിൽ, ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാളാണ് എങ്കിൽ ആ ജാതകം നമ്മൾ കണ്ണോടിച്ചാൽ വ്യക്തമാകും ഈ ജാതക ഫലം എന്ന് പറയുന്നത്. ജാതകം എഴുതിയിരിക്കുന്ന വെച്ചാൽ ജാതക ഫലമാണല്ലോ. അപ്പൊ ഇത് സത്യമാണോ അതോ മിഥ്യയാണോ? എന്റെ കാഴ്ചപ്പാടിൽ ഇത് മിഥ്യയാണ്. ഇപ്പോഴ് നിങ്ങൾക്ക് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ മനസ്സിലാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ പാപസാമ്യവും മറ്റുമൊക്കെ നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് എങ്കിൽ അതിങ്ങനെ പൊരുത്തമുണ്ടോ എന്നൊക്കെ നോക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ കുലുമാലുകൾ അന്ന് വ്യക്തമാകുന്നത്. കാര്യം പാപസാമ്യം അല്ലെങ്കിൽ ചൊവ്വാദോഷം, ചൊവ്വയിൽ 8, ചൊവ്വയിൽ 7, ഇങ്ങനെ ആണെങ്കിൽ ഇതിന്റെ തരംതിരിച്ച് പോകും. കാര്യം മോഡിഫൈഡ് ആയി വരുന്നുണ്ടോ അപ്പോൾ ഇവരും അതിനെ ക്ലാസിഫൈഡ് ആയിട്ട് തരംതിരിക്കുകയാണ്. പണ്ട് ഒരു ഡോക്ടർ നോക്കിക്കൊണ്ടിരുന്ന ഇപ്പോ ENTI മെഡിസിനിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. സർജിക്കൽ പ്രത്യേക വിഭാഗങ്ങളുണ്ട്. എല്ല് ഡോക്ടർ അതിൽ തന്നെ ഡിഫറൻസ് ആയിട്ടുണ്ട്. ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുമ്മൽ കൂടുതൽ ഉണ്ടെങ്കിൽ അലർജിയുടെ പിന്നെ ടെസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ജാതകത്തിലും നമ്മളിത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുക. അപ്പൊ കൂടുതൽ ആവശ്യത്തിന് വേണം, പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ അമൃതം വിഷമാണല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഒരു ജാതകം സമൂഹത്തിന് ആവശ്യമാണല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞോ, ജാതകം ഇല്ലെന്ന് പറഞ്ഞാൽ ജാതകം എഴുതിയില്ലേ 100 ക്വസ്റ്റ്യങ്ങളാണ്. ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു മോളോ വിവാഹം നടന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർക്കെല്ലാം ഒരു ആകാംക്ഷയാണ്, അയ്യോ എന്താ കുട്ടിയുടെ വിവാഹം നടന്നില്ലേ? ഇത് ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനകൾ എന്ന് പറയുന്നത് ഇതേപോലെ പാപസാമ്യവും ചൊവ്വാദോഷങ്ങളും കുലുമാലുകൾ ഏറെയാണ്. അപ്പൊ ഇതിനെല്ലാം തരണം ചെയ്യുന്നത് ഇന്നത്തെ യുഗത്തിൽ വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇത് പണ്ട് ഇത്രയും ഇതൊന്നുമില്ല, നാള് ചേരുക എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ നാള് ചേർന്നാൽ മാത്രം പോരാ, പിന്നെ അതിൽ പാപസാമ്യവും മറ്റും ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ വിനാഴികയും നാഴികയും ഈ യുഗത്തിലും ഇതിന് പലപ്പോഴ് അറിഞ്ഞൂടാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പഴയ ജാതകങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെല്ലാം വിനാഴിക എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര വിനാഴിക ജനനസമയം ആർക്കറിയാം? നമ്മള് ഇന്ത്യയുടെ സമയം, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം അതിൽ എഴുതി വെച്ചാൽ നമുക്കറിയാം കറക്റ്റ് ഉച്ചയ്ക്ക് 1 മണി അല്ലെങ്കിൽ രാത്രി 9:30 കുട്ടി ജനിച്ചത്. അത് നമ്മൾ എന്താണ് ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ ഒരു കോപ്പി, ഡോക്ടറിന്റെ ഒരു കോപ്പി ഉണ്ടല്ലോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ തരുന്ന കോപ്പിയാണ് ഞാൻ പറയുന്നത്. അത് ആ ഡോക്ടറിന്റെ കോപ്പി നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുക. കഴിയുമെങ്കിൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും വയ്ക്കുന്ന ആ ഫയലിൽ തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൊടുക്കുക. വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ഓരോ കോപ്പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഈ ജാതകം നോക്കി സമയം നോക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ജനിച്ചത് ഇത്ര മണിക്കാണ്, ഇത്രാം തീയതി ഇത്ര സമയത്താണ്,
എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ജാതകഫലം സത്യമാണോ മിഥ്യയാണോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. വീണ്ടും നല്ലൊരു വിഷയമായിട്ട്, നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല വിഷയങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ആ വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.